ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു മൂട്ടിപ്പഴം അച്ചാർ. ഈ മൂട്ടിപ്പഴം എന്ന് പറയുന്ന സാധനം അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫ്രൂട്ടല്ല. ഈ ഫ്രൂട്ട് വനപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിൻ്റെ തൊലിയും ഇതിൻ്റെ അകത്തുള്ള പഴവും നമുക്ക് അച്ചാറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമായൊരു ഫ്രൂട്ടാണ് മൂട്ടിപ്പഴം. വരും നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. മൂട്ടിപ്പഴം അച്ചാർ തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: മൂട്ടിപ്പഴം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ചതച്ച മുളക്, കായപ്പൊടി, കടുക് ഉലുവയുടെ പൊടിച്ചു വെച്ചിരിക്കുന്നത്, ഉലുവ, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, റെഡ് ചില്ലി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇഞ്ചി, നല്ലെണ്ണ, കാന്താരി മുളക് തുടങ്ങിയവയാണ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അടുത്തതായി മൂട്ടിപ്പഴം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മൾക്ക് മൂട്ടിപ്പഴത്തിൻ്റെ ഫ്രൂട്ട് കഴുകി തൊലി വേണമെങ്കിൽ തൊലി മാത്രമായിട്ട് അച്ചാർ ഇടുകയും ചെയ്യാൻ പറ്റും. അപ്പം മൂട്ടിപ്പഴം മേടിച്ചാൽ രണ്ടുണ്ട് കാര്യം. മൂട്ടിപ്പഴം അച്ചാർ തയ്യാറാക്കാനായി നല്ലെണ്ണ, 2 തരി നല്ലെണ്ണ, 100 ഗ്രാം നല്ലെണ്ണ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അത് കൂടാതെ എരിവിനായിട്ട് കാന്താരി, ഒരു 10 പീസ് കാന്താരിയാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായി സോട്ട് ചെയ്തു. വെളുത്തുള്ളിയും ഇഞ്ചിയും സോട്ടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മൂട്ടിപ്പഴത്തിൻ്റെ തൊലി ചേർത്തു. ഒരു 10 മിനിറ്റ് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കും. മൂട്ടിപ്പഴത്തിന്റെ തൊലി ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്തു. ഉപ്പ് പാകത്തിന് ഉപ്പ് ചേർത്തു. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 4 ടീസ്പൂൺ, ചതച്ച മുളക് 1/4 സ്പൂൺ. മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കും. അതിലേക്ക് 1 സ്പൂൺ കായപ്പൊടി, ഇത് നമ്മൾ
നമ്മൾ ഉലുവായും കടുകൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു സ്പൂൺ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മുട്ടിപ്പഴത്തിന്റെ ഫ്രൂട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് ചേർക്കും. തീ ഓഫാക്കിയതിനു ശേഷം 200 മില്ലി വിനീഗർ ചേർത്ത് കൊടുക്കും. ആവശ്യമായ മുട്ടിപ്പഴം അച്ചാർ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതുമയുള്ള ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.